അല്ല, ചരട് അവിടെ തന്നെ ഉണ്ടോ നോക്കിയതാ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ആ ചരട് കെട്ടേണ്ട എവളായിരുന്നു? രമണം പറഞ്ഞത് നേരാ. കൂടെ കിടക്കുന്നത് മരണമല്ല, മാരണമാ. മരണമാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് പോവുമല്ലോ. ഇത് ഇഞ്ചിഞ്ചായി കൊല്ലുമല്ലേ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാൻ അർജുന ഫൽഗുന പ്രാർത്ഥിക്കായിരുന്നു. അർജുന ഫൽഗുന ജിഷ്ണു കിരീട് ശ്വേതവാഹന ബിബൽ സുപാർത്ഥ. എം.ആർ. രാധ എന്നാണ് അമ്മാവന്റെ മകളുടെ പേര്. എം.ആർ. രാധ എന്നാണോ അമ്മാവന്റെ മകളുടെ പേരെന്ന്? എന്ത് പ്രായം കാണും? എന്നെക്കാളും ഒരു 5 വയസ്സിന് എളുപ്പം. മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും? ഒരു 30 വർഷമായി കാണും. 30 വർഷോ? 3ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴാ മരിച്ചത്, പുഴയിൽ വീണ്. അല്ല, ഈ 3ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയുടെ പ്രേതം എന്തിനാ ഇപ്പോഴും നിങ്ങളെ ശല്യം ചെയ്യുന്നേ? പുതിയ സിനിമയിലെ പാട്ടൊക്കെ ആണല്ലോ ഫോണിൽ കൂടെ കേൾക്കുന്നേ. അത് പിന്നെ പ്രേതങ്ങൾക്കെന്നും പഴയ പാട്ടുകൾ പാടിക്കൊണ്ട് കിടന്നാൽ മതിയാ? ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അവർക്കും? കുഞ്ഞുനാൾ മുതലേ അവൾ എനിക്ക് വേണ്ടിയാണെന്ന് എല്ലാവരും പറഞ്ഞു. കണ്ണിമാങ്ങയും കുപ്പിവളത്തുണ്ടുകളും ഞാൻ അവൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുമായിരുന്നു. നിറമുള്ള കോലികൾ അവൾ എനിക്ക് വേണ്ടി ശേഖരിച്ചു വെക്കും. എനിക്ക് പ്രിയപ്പെട്ടതെന്തും അവൾക്കും പ്രിയപ്പെട്ടതായിരുന്നു. മരിച്ചു കഴിഞ്ഞെങ്കിലും അവളുടെ ആത്മാവും എന്നോടൊപ്പം വളരുകയായിരുന്നു. കൊതിച്ച ജീവിതം കിട്ടാൻ വേണ്ടി എന്നോടൊപ്പം അവളും വളർന്നതാവാം. അല്ല, ഈ പ്രേതങ്ങളും വളരുവോ? സഞ്ചരിക്കാമെങ്കിൽ പിന്നെ വളർന്ന എന്താ? അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. ഇപ്പോഴത്തെ ചില സീരിയലിലൊക്കെ കാണിക്കുന്ന മുറ്റി മുരടിച്ച പ്രേതങ്ങളെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നതാ. ഇടി ഇംഗ്ലീഷ് പടങ്ങൾ കാണണം. അതിലെ കുട്ടി പ്രേതങ്ങൾ വരെ വളർന്ന് വലുതാവും. കണ്ടിട്ടില്ലേ? ഓമൻ, എക്സോർസിസ്റ്റ്, ടൈറ്റാനിക്. അതിലും കപ്പലവിടത്ത് മരിച്ചിട്ട് അവരുടെ കഥയില്ലേ? പിന്നെ ലാസ്റ്റില് ഇല്ലേ? ഒരു കാര്യം നീ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രേതത്തിനും സ്ഥാനമില്ല, നീ ഒഴിച്ച്. മനസ്സ് തുറന്ന് പറയുമ്പോൾ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. ഞാൻ ഈ കെട്ടുതാലി സൂക്ഷിക്കുന്ന പോലെ ചേട്ടൻ ഈ ചരട് കാത്തു സൂക്ഷിക്കണം. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഹലോ വിശ്വനാഥ, ഇന്ന് ആരുടെ ഡ്യൂട്ടിയാ? ഡ്യൂട്ടി അവളുടെയാ, പക്ഷേ എനിക്ക് അടുക്കളയിൽ കയറേണ്ടി വന്നു. ഒരു വർക്ക് അറേഞ്ച്മെൻറ്റ്. അതെ, എനിക്കൊരു ടൂറുണ്ട്. അതെനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ആ ദിവസം അവൾ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറണം. എന്നെങ്ങനെയുണ്ട്? പിന്നെ ഫോണിൽ കൂടെ ഇപ്പോൾ പാട്ട് കേൾക്കണുണ്ടോ? ഇല്ല, പകലൊന്നുമില്ല. എന്നാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, തന്നെ പ്രേതം വിട്ടപ്പം എന്നെ കയറി പിടിച്ച എന്നാതിനാ? ഞങ്ങളാണെങ്കിൽ തമ്മി കണ്ടിട്ട് പോലും ഇല്ല. തോമാച്ച, എൻ്റെ പ്രേതത്തിന് ട്രാൻസ്ഫറായി, ഞാൻ രക്ഷപ്പെട്ടു. ഇനി മുഖാമുഖം കാണേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ഒരു സമാധാനം ഉണ്ടല്ലോ, മലയാളി അല്ലയോ? ഇത് കൂടിയേനമാ, ഹിന്ദിയാ. അപ്പൊ ഇത് ചരടിലൊന്നും നിൽക്കില്ല, ബെൽറ്റ് തന്നെ വേണ്ടി വരും. ഏതായാലും താൻ വൈകിട്ട് ഇറങ്ങ്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഐറിഷ് വിസ്കിയാ. ഏറ്റു, എനിക്കിന്നൊന്ന് അടിച്ച് പൊളിക്കണം. അടിച്ച് പൊളിക്കുക മാത്രമല്ല, പൊളിച്ചടുക്കുകയും ചെയ്യാം.
വീണ്ടും പാട്ട് വല്ലതും കേട്ടോ? ഏയ് ആരെങ്കിലും ചേട്ടനുണ്ടോ തപ്പി നോക്കിയതാ? അത് അരയിൽ തന്നെ ഉണ്ട്. അതെടുത്ത് കഴുത്തിയിട്ടാലോ ഞാൻ ആലോചിക്കാം. നിനക്ക് തപ്പി നോക്കാൻ എളുപ്പമുണ്ടല്ലോ. അയ്യോ വേണ്ട വേണ്ട, സ്ഥാനം മാറണ്ട. അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആവശ്യത്തിനും അനാവശ്യത്തിനും ഇത് അവശ്യം ധരിച്ചിരിക്കണം. വശ്യമാണ് പ്രശ്നം. ഒരു പ്രശ്നവുമില്ല. സ്ഥലം മാറ്റം ആയതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? സ്ഥലം മാറ്റോ? ആർക്ക്? അല്ല, പ്രേതം ഇവിടുന്ന് സ്ഥലം മാറി തോമാച്ചന്റെ വീട്ടിൽ കൂടി ഇരിക്കല്ലേ? ആ കൊച്ചനെ പറഞ്ഞു. ഇവിടെ വന്നോന്നല്ല, നമ്മുടെ ചാനൽ ഒതുങ്ങി. അപ്പുറത്തതേ ഹിന്ദിയിലാ പിടിച്ചിരിക്കുന്നേ. അത് നിർത്തിക്കാൻ ഹിന്ദിയിലെ ചില മുഴുത്ത പ്രയോഗങ്ങൾ ഞാൻ കൊച്ചനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അതൊന്ന് പ്രയോഗിച്ച് നോക്കട്ടെ. ഒരിക്കൽ കേട്ടാ പിന്നെ 7 ജന്മം അടുക്കൂല. എന്നാ പിന്നെ ഇവിടെ തന്നെ നിന്റെ ആ പ്രയോഗം പോരായിരുന്നോ? ചരടിന് ഹോമത്തിനും ഒക്കെ എന്തുമാത്രം കാശ് ചെലവായി. ആ പുകയുടെ ചൂട് ഇപ്പോഴും മുഖത്ത് നിന്ന് പോണില്ല. ഹേയ്, ഇവിടെ അതൊന്നും ഏക്കൂല. ഞാനൊന്ന് നോക്കിയല്ലേ, മലയാളി പ്രേതങ്ങൾക്ക് നാണമാനൊന്നും ഇല്ല. മലയാളി പ്രേതങ്ങൾക്ക് നാണവും മാനവും ഇല്ലെന്ന് ഡൽഹി താമസിക്കുന്ന ഇവളുടെ അമ്മ പ്രേതത്തിനെ ഉദ്ദേശിച്ചായിരിക്കും. എന്റെ അമ്മ പറയരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ വിചാരിച്ചു. ആ, ഒന്നും വേണ്ട, അമ്മ പ്രേതം വിചാരിച്ചില്ലേ? വിചാരിച്ചു. ഡൽഹിയിലുള്ള അമ്മ പ്രേതം വിചാരിച്ചില്ലേ? നീ ഹിന്ദി പ്രേതങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഡൽഹിയിലുള്ള അമ്മ പ്രേതങ്ങളെ പറ്റി ഞാൻ വിചാരിച്ചു എന്നുള്ള സത്യം. അപ്പോ അതെന്റെ അമ്മയല്ലേ? എന്റെ സുലു, ഡൽഹിയിൽ എത്ര അമ്മ പ്രേതങ്ങളുണ്ട്, ചത്തതുപോലെ ജീവിച്ചിരിക്കുന്ന അമ്മമാര്. നിന്റെ അമ്മ അങ്ങനല്ലല്ലോ. ഷീ സ്മാർട്ട്, എഡ്യൂക്കേറ്റഡ്, എൻതൂസിയാസ്റ്റിക് ആൻഡ് വാട്ട് നോട്ട്. നിന്റെ അമ്മയെ പറ്റി ഞാൻ അങ്ങനെ വല്ലതും വിചാരിക്കോ? ഡൽഹി സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ചന്ദ്രൻപിള്ളയുടെ ഭാര്യ ദേവയാനി ചന്ദ്രൻപിള്ള, മിസ്സിസ് ദേവയാനി ചന്ദ എന്റെ അമ്മായി അമ്മയാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അമ്മ ഇന്നലെ വിളിച്ചിരുന്നു, അടുത്ത മാസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, ഗുരുവായൂർ ഏകാദശി തൊഴാൻ. എന്താ ഒരു ആലോചന? അല്ല, ഡൽഹിയിൽ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രമുള്ള കാര്യം നിന്റെ അമ്മ എങ്ങനെ അറിയാതെ പോയി എന്ന് ആലോചിക്കായിരുന്നു. എന്നാലും ഒറിജിനൽ ഇവിടെ അല്ലേ? അതെ, പക്ഷേ പൂജയും ചടങ്ങുകളും ഒക്കെ അവിടെയും ഇവിടെയും ഒരുപോലെയാണെന്ന് പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നു കാണില്ല. നിന്റെ അമ്മ ഇംഗ്ലീഷ് പത്രമാണല്ലോ വായിക്കുന്നത്. എന്നാലും ഗുരുവായൂരമ്പലക്കുളത്തിൽ കുളിച്ചു തൊഴുന്നൊരു സുഖം കിട്ടില്ല. അല്ല, ഡൽഹിയിലും ഉടൻ തന്നെ കുളം തോണ്ടോന്ന് പത്രത്തിലുണ്ടായിരുന്നു. അവിടെ പലരും കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും നമ്മുടെ നാട്ടിൽ കുളം തോണ്ടുന്ന പോലെ അവിടെ കുളം തോണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി. എന്റെ ഗുരുവായൂരപ്പ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൾക്ക് എന്തുമാത്രം വിവരമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ ദേവയാനി ചന്ത ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ ഈ കുടുംബം കുളം തോണ്ടിയത് തന്നെ. ഭഗവാനെ, ആ മാരണം ഇങ്ങോട്ട് എഴുന്നള്ളാതിരുന്നാൽ ഞാനൊരു തുലാഭാരം കഴിപ്പിച്ചേക്കാം. വേണ്ട, ശയന പ്രദക്ഷിണം. ഇന്നെന്താ പെട്ടെന്നൊരു ഭക്തി കൂടിയ പോലെ? അങ്ങനെയാണെങ്കിൽ നമുക്കും കൂടി ഗുരുവായൂർ പോവാം. അയ്യോ, അത് വേണ്ട. നിന്റെ അമ്മയുടെ നേർച്ച ഏകാദശി തൊഴണമെന്നല്ലേ? എന്റേത് ശയന പ്രദക്ഷിണ. രണ്ടും കൂടി നടക്കില്ല. അതെന്താ? അത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം 2 നേർച്ചയും കൂടി പാടില്ലെന്നുണ്ടേ. ഓഹോ, അങ്ങനെയുണ്ടോ? എന്നാ അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ. എപ്പോഴും ഡൽഹിയിൽ നിന്ന് വരാൻ ലീവ് കിട്ടില്ലല്ലോ. എന്റെ ശയന പ്രദക്ഷിണം ക്യാൻസൽഡ്. അയ്യോ, നേർന്നല്ലേ? നമുക്കെന്നാ നേരത്തെ പോയിട്ട് വരാം. രണ്ടും കൂടി എന്തായാലും വേണ്ടി വരില്ല. സുലു, എന്റെ അമ്മയുടെ കത്ത് വന്നത് നീ വായിച്ചില്ലായിരുന്നോ? ഇല്ല. അമ്മയ്ക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് കാണാൻ വരണമെന്ന്. ഓഹോ, അങ്ങനെ വരട്ടെ. ഇത്തവണ ഈ അടവ് എടുത്ത് കുടിയേറാനുള്ള പുറപ്പാടാ. എന്റെ ഗുരുവായൂരപ്പ, ആ മാറിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാതിരുന്ന ചേട്ടനെ കൊണ്ട് തന്നെ ഒരു ശയന പ്രദർശനം ഞാൻ നടത്തിയേക്കാമേ. സുലു, എന്ത് പറ്റി? ഒന്നുമില്ല. എന്തെങ്കിലും നീ പറഞ്ഞോ? അയ്യോ, ഞാനോ? ശയന പ്രദർശനം എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, അതെ, ഞാൻ ശയന പ്രദർശനം നടത്തിയേക്കാന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിന്? ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന്. അതെന്ത് കാര്യസാധ്യം? നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കെട്ടുറപ്പിനും വേണ്ടി. ആണോ? ഞാനും അതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കായിരുന്നു. പക്ഷേ ചേട്ടൻ ക്യാൻസൽ ചെയ്തില്ലേ? അപ്പൊ ഇത് ഞാൻ എന്റെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ, അത് മാത്രല്ല, ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം 2 പേർ ഒരുമിച്ച് ശയന പ്രദർശനം നടത്താൻ പാടില്ല. അങ്ങനെയുണ്ടോ? പിന്നെ
അമ്മ ആറാട്ട് കാണാൻ വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ അവള് പ്രാർത്ഥിച്ചത്. അപ്പൊ അവള് നേർന്നത്